മ്യൂട്ട് ഓഫ് ചെയ്തോ, എല്ലാവരും മ്യൂട്ട് ഓഫ് ചെയ്താ. അത് ഇവിടെ നിന്ന് അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്താൽ അപ്പോൾ തുടങ്ങാം നമുക്ക്. മ്യൂട്ട് ഓഫ് ചെയ്തോ, ഒറ്റ മ്യൂട്ട് ഓൺ ആക്കരുത്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ഓഫ് ചെയ്യും. അപ്പം നമ്മളിന്ന് ആദ്യം ഉണ്ടാക്കുന്നത് ലെമൺ ടാർട്ടാണ്. ലെമൺ ടാർട്ട് ഓഫ് ചെയ്ത വെച്ച, എല്ലാം ഓഫ് ചെയ്ത് വെച്ച, മ്യൂട്ട് ഓഫ് ആക്കാൻ. പറയട്ടെ, ഷുഗർ 1/3 കപ്പ്, ബട്ടർ 150 ഗ്രാം, എഗ് വൈറ്റ് ഒന്ന്, ഒരു എഗ്ഗിൻ്റെ വൈറ്റ്, വാനില എസൻസ് 1 ടീസ്പൂൺ, മൈദ 2 കപ്പ്, സോൾട്ട് 1 പിഞ്ച്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടാർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ അതിനുള്ള നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ടാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ ലെമൺ ടാർട്ടാണ് ഉണ്ടാക്കുന്നത്. അത് വെച്ച് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കാം, സ്ട്രോബെറി ഉണ്ടാക്കാം, ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ. ഏത് ഫ്ലേവറിൻ്റെ വേണമെങ്കിലും നമുക്ക് ഫില്ലിങ് ഉള്ളിൽ കൊടുക്കാം കേട്ടോ. ടാർട്ട് വരുന്നത് ഞാൻ ഈ തന്ന ആ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ടാർട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണത് നമുക്ക് ഏത് ഫ്ലേവർ വെച്ചിട്ട് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ലെമൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചൂടാറി കിട്ടുന്നില്ല. അത് കാരണം ഇത് കണ്ടോ, ലെമൺ ടാർട്ട്. അതിൻ്റെ ലെമൺ കേർഡ് ഇതാണ് ഉണ്ടാക്കി വെച്ചേക്കണം. ലെമൺ കേർഡ് ഫില്ലിങ് എഴുതിക്കാം. അതിന് വേണ്ട നമുക്ക് ഷുഗർ 150 ഗ്രാം. ഇപ്പം ഞാൻ ഈ തന്ന റെസിപ്പിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഫില്ലിങ്ങും കൂടി പറയണം കേട്ടോ. ബട്ടർ 100 ഗ്രാം, ലെമൺ ജ്യൂസ് 3 ടേബിൾ സ്പൂൺ, എഗ് യോക്ക് 8 എണ്ണം, 3 ടേബിൾ സ്പൂൺ. ഒന്നും കൂടി പറയണമെന്നാണ്. ഷുഗർ 150 ഗ്രാം, ബട്ടർ 100 ഗ്രാം, ലെമൺ ജ്യൂസ് 3 ടേബിൾ സ്പൂൺ, എഗ് യോക്ക് മുട്ടയുടെ മഞ്ഞ ഇല്ലേ, അത് വെള്ള വേണ്ട, മഞ്ഞ മാത്രം ഇതിന്. അത് 8 എണ്ണത്തിൻ്റെ മഞ്ഞ, 8 മഞ്ഞ, 8 എണ്ണം. ഇതിപ്പോൾ ഞാൻ 6 എണ്ണം എടുത്ത് ചെയ്തിട്ട് ഇത്രയേ ഉള്ളത്. ഇത് 6 എണ്ണം എടുത്ത് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതും ചൂടാറിയിട്ടില്ല. പിന്നെ വേണ്ടത് യെല്ലോ ഫുഡ് കളർ ഒരു 3 ഡ്രോപ്സ്. സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ, അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇതുണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സ്റ്റീൽ ഏത് 150 ഗ്രാം എന്ന് പറയണതോ, 150 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ 3/4 കപ്പ് ഫുള്ളായിട്ട് എടുക്കേണ്ട, അതിൽ കുറച്ച് എടുത്താൽ മതി. 3/4 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 200 ഗ്രാം വരുമല്ലേ, കുറച്ചെടുത്താൽ മതി. പിന്നെ ഈ ഷുഗർ നമ്മളൊന്ന് പൊടിച്ചെടുക്കണതാണ് നല്ലത്. ഒന്ന് പൊടിച്ചെടുക്കുക, ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ പോലെ ഈ നമ്മുടെ മറ്റേ ഈ പാത്രം ഉണ്ടല്ലോ, എന്താ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യണ്ട. കാരണം സ്റ്റീൽ പാത്രത്തിലാണ് അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഒരു അബദ്ധം പറ്റി. സ്റ്റീൽ പാത്രത്തിൽ മറ്റേ പാത്രം എടുക്കാൻ മടിയായത് കാരണം സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുപോയി വെച്ച് അടി പിടിക്കും പെട്ടെന്ന് അങ്ങോട്ട്. അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ വെക്കണ്ട. ആ പാത്രത്തിലുണ്ടാക്കുക, അതിലുണ്ടാക്കരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പാത്രം വേണ്ടുപോയോ? അത് നാരങ്ങയൊക്കെ കൂടി വന്നിട്ടായിരിക്കും വേണ്ടുപോയി ചിലപ്പം. നമ്മൾ മറ്റേ പാത്രം ഇല്ലേ, എന്താ മറ്റേ ഇതുള്ള പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പെട്ടെന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യണതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പോഴത്തേക്ക് അടി പിടിക്കുകയില്ല, നന്നായിട്ട് കിട്ടും. പിന്നെ ഞാൻ എന്നിട്ട് അരിച്ചെടുക്കുക ചെയ്തത്, മറ്റേ നിന്ന് അരിച്ചൊഴിച്ച് വെച്ചു. എന്നിട്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പം ഷുഗർ പൊടിച്ച് പാത്രത്തിലേക്ക് ഇടുക. ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പാണ് കേട്ടോ, അതെല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ വേണം. ബട്ടർ ഇട്ട് ഷുഗറും ഇട്ട് മുട്ടയുടെ മഞ്ഞ ഇട്ടു, പിന്നെ കളറും ചേർത്തു, നാരങ്ങാനീരും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക.
എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കിട്ടും. അങ്ങനെ അത് നല്ലൊരു തിക്ക് പരുവായിട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം തണുത്ത് വരുമ്പോൾ അതൊന്ന് കട്ടി ആയിക്കോളും. എന്നിട്ടാണ് നമ്മളത് നമ്മുടെ ഈ ടാർട്ടറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അത് ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ടാർട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പ്രത്യേക പാത്രം വേണം, അത് കാണിച്ചു തരാം. ഈ പാത്രത്തിലാണ് നമ്മൾ ഇതിൻ്റെ വേറെ അവിടെ ഇതിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ടാർട്ടർ ഉണ്ടാക്കുന്നത്. അത് ഈ ഷേപ്പിലുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഈ ഷേപ്പിലുള്ളത് കൊണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ കഴിയിട്ടുണ്ടായില്ല, പൊടി പിടിച്ചിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഇതാ കാണാനൊന്നും കൂടി ഭംഗി തോന്നുന്നു ഇതിനേക്കാളും. ഇങ്ങനത്തെ ഇത് കണ്ടോ. പിന്നെ ഈ ടാർട്ടറിൻ്റെ വലിയൊരു പാത്രം കിട്ടും കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ പല സ്ഥലത്ത് ഇരിക്കണം, അവിടെ ഇരിക്കണമെന്ന് ഇങ്ങനത്തെ പാത്രം. ഇത് നമുക്ക് വലിയ ടാർട്ടർ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിങ്ങനെ അല്ല ടാർട്ടർ ഉണ്ടാക്കുന്നത്. അത് തന്നെ, അത് വലുതുണ്ടാക്കണത്. നമ്മളിപ്പോൾ ചൂടാക്കണമല്ല, നല്ല തിക്കായിട്ട് വരുന്നതിന് അതിന് ടൈമല്ല ഉള്ളത്. അത് നല്ല തിക്ക് പരുവത്തിലേക്ക് ആയി വന്നു കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ അത് തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ലോണം കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ അത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പിൻ്റെ അളവിന് പഞ്ചസാര എടുക്കുന്നത്. 1 കപ്പ് മൈദയിലുണ്ടാകും. പഞ്ചസാര കൊടുക്കണം, കുറച്ച് പഞ്ചസാര 2 കപ്പ്. ഞാൻ ഈ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കണം കേട്ടോ. പൊടിച്ചിട്ട് അത്രയുണ്ടോ ആ 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ഒക്കെ ഫുള്ളായിട്ട് വേണം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് അതിപ്പോൾ പൊടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പഞ്ചസാര ക്രിസ്റ്റൽ ആകുമ്പോഴത്തേക്ക് നമുക്കത് അതിൽ അരിഞ്ഞ് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് പാട്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പകുതി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 1 കപ്പ് മൈദയ്ക്കുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കണം അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ബട്ടർ 75 ഗ്രാം എടുക്കും. എഗ് വൈറ്റ് ഒരെണ്ണം എടുക്കണതിൻ്റെ പകുതി എടുക്കും. ഒരു എഗ് വൈറ്റിൻ്റെ പകുതി എടുക്കും. അതുപോലെ തന്നെ വാനില എസൻസ് 1/2 ടീസ്പൂൺ എടുക്കും. മൈദ 1 കപ്പ് എടുക്കും. പിന്നെ സോൾട്ട് ഒത്തിരി. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് മനസ്സിലായല്ലോ. ബട്ടറിൽ ടാർട്ടർ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അൺസോൾട്ടഡ് ബട്ടർ. ആദ്യം നമുക്ക് ഈ ടാർട്ടറിൻ്റെ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ബട്ടർ വെച്ചിട്ട് തന്നെ ചെയ്യണത്. ഞാൻ തന്ന മസാല കൊടുത്തു. കപ്പുണ്ട് ഇപ്പം എൻ്റെ അടുത്ത്. ഫ്രണ്ട്സ് കയറിയാട്ടോ ദിവസമല്ലേ കണ്ടിട്ട്.
ഷുഗർ എടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 75 ഗ്രാം. ഇപ്പം ഞാനൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ ആയിരുന്നു. ഇതിൽ ഞാൻ മറ്റേ അതിനും എടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം. മൈദ നമുക്ക് ഇടുമ്പോഴത്തേക്ക് അരിച്ചിടാട്ടോ. അത് മാറ്റിട്ടാ അല്ല കട്ട വേണം കുറച്ചല്ലേ കട്ടുപിടിച്ചു കട്ടുപിടിച്ചു ഒരു നല്ല ഉപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ 8 എഗ്ഗ് യോക്ക് എടുത്തപ്പോഴത്തേക്ക് അതിൽ മാറ്റി വെച്ചിരുന്ന ആ വൈറ്റാണ്. അതിൽ നിന്നാണ് ഞാനിപ്പം കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത്ര മതിയല്ലോ, നമുക്ക് ഒരെണ്ണത്തിൻ്റെ കുറച്ച് മതിയല്ലോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കൂട്ടിയോജിപ്പിച്ച് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഞാനത് വെള്ളം വീണേക്കണം. അതല്ല, ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ആ വെറുതെ അല്ലേ കഴിച്ചു വരുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതേക്ക് ഞാൻ എൻ്റെ ഓവൻ ഒന്ന് റീഹീറ്റ് ചെയ്തേക്കട്ടെ. റെൻസീനോട് വന്നത് കപ്പലിൻ്റെ മിഠായി. ആ പിന്നെ തടി വെച്ച് തന്നെ വന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ നല്ല കാര്യമില്ലേ. ഞാൻ വരാം. എന്തിട്ടുണ്ട്? ആ ആ
ഓക്കെ. നമ്മൾ ഇതുമാതിരി ചെറിയ ഓരോ ആക്കി എടുക്കുക. എന്നിട്ട് ഇതുമാതിരി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സാധനം ഇതുപോലെ ആക്കി എടുക്കുക. കണ്ടാ ഇല്ല എന്തേ പറ്റണ്ട, ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്താൽ മതി. ആ കൈ കൊണ്ട് മതി. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കൈ കൊണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ കാറ്ററിൻ്റെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ആ മോൾഡ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് അതിലിങ്ങനെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പരത്തി ചെയ്തെടുക്കാം. ഇനി ഈ മോൾഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കണ്ട. എനിക്ക് ഈ മോൾഡ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറയേണ്ടത്. ഏതിന് അതാ ഞാൻ പറയാം, ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ പൈനാപ്പിൾ ടാർട്ട് പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം നമുക്ക്. ഏതാണ് ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. ആ ഇല്ല ടാർട്ടറിൻ്റെ അല്ലേ പറഞ്ഞത്, നമ്മൾ ലെമൺ കാർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ. ആ അതിന് പകരം അതിന് നമ്മൾ ലെമൺ അല്ലേ ചേർത്തത്, ലെമൺ ജ്യൂസ്. അതിന് പകരം നമുക്ക് ഏത് ഫ്ലേവറാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിനാണെങ്കിൽ ചോക്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ വെച്ചിട്ട് ചെയ്യാം. ഇനി അതുമല്ല പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം. അതാണ് പറഞ്ഞത്. ആ അതിൽ അല്ലല്ല എസൻസ് ചേർത്ത് നമ്മൾ ഇതിനല്ലേ ചേർത്തിട്ടുള്ളൂ, അതിന് ചേർത്തിട്ടില്ലല്ലോ. ആ അതന്നെ സെയിം തന്നെ. ഫ്ലേവർ മാറ്റാം. ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അത്രയൊക്കെ മതിയാവും. 2 ടേബിൾ സ്പൂൺ. പക്ഷേ ഇപ്പോൾ വേറെ ഉള്ള കൂടി ഒന്ന് എടുക്കുക. ആ സ്ട്രോബെറിയുടെ ജ്യൂസില്ലേ, അല്ലെങ്കിൽ പൾപ്പായാലും മതി. എൻ്റെ പൾപ്പ് എടുത്തിട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി ഇത്ര ബാലൻസ് വന്നു. ഇനി ഇത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ ഇതുമാതിരി ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ കണ്ടോ, ഹോളിട്ടേക്കണ കണ്ടോ, അതേമാതിരി. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണത്? ഏതാ അല്ല, ഇത് ബേക്കായി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെട്ടി ഇങ്ങനെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബേക്കായി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പോരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ചായി വരാണ്ടിരിക്കാൻ. അത് തന്നെ ഞാനിങ്ങനെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ബേക്ക് ചെയ്തിട്ട് വരാം. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും ഇത്. നമ്മൾ 180 തന്നെയാണ് വെക്കുന്നത്. 180 ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. എൻ്റെ ഓവനിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ആയിട്ട് തോന്നുന്നു. ഓവനിൽ ഹീറ്റ് കൂടാനല്ലേ, പെട്ടെന്നാകുന്നതന്നെ. നമ്മുടെ ഗ്യാസ് സ്റ്റോവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 25-30 മിനിറ്റ് കൊണ്ടായി കിട്ടും. ഏതാ കേക്കിന് ഞാൻ 180 വെക്കണത്. അത് നീ ഓവനിലല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ. ഏതാണ് ഇനിയിപ്പോൾ നെയ്യ് പോലെ മറ്റേ നമ്മുടെ ഇത് കുറവാണെന്നുണ്ടെങ്കിൽ, ഇത് ബട്ടർ കുറച്ചേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കും അതിൽ കുഴച്ചിട്ടപ്പോൾ നമ്മുടെ ഈ ടാർട്ടർ വെച്ച് ഹാർഡ് ആകുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേ ബട്ടറിൽ മാത്രം ചെയ്യണം അത്രയും ഒരു സോഫ്റ്റ് ആയി കിട്ടില്ല. അങ്ങനെ ചെയ്യാം. ഇനി അഥവാ അല്ലെങ്കിൽ ഓയിലും ചെയ്യാം. പക്ഷെ ഓയിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടറിൽ ചെയ്യണതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ചിക്കോ 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 ഒരു ഇത് വരില്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞ കണക്കിനുള്ളത് മതി. ഏതാ അതിന് നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർത്താൽ മതി. അപ്പം ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ആ ബട്ടർ കൊണ്ട് തന്നെ ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ അളന്നൊന്നുമില്ല, ഒരു ഉദ്ദേശം ബട്ടർ എടുക്കുക ചെയ്തത്. OTGയിൽ എന്താണ് അമ്മ പഠിക്കണില്ലേ? അമ്മ പഠിക്കണില്ല? നല്ല അടി കൊടുക്കാം. ആരായിരുന്നു? ആരുടെ ഭാവിയാണോ പറഞ്ഞത്? സൗമ്യയുടെ ആണോ? സൗമ്യ അല്ലേ? പിന്നെ സിൻസിയുടെ ആണോ? അതിനെ തല്ലിയെന്ന് തോന്നുന്നു. ഞാൻ പറയാൻ വേണ്ടത് മാറില്ലാത്ത പൂച്ചക്കുട്ടിയാണ്. നാടൻ പൂച്ചക്കുട്ടിയാടി, നാടനാടി. കൊള്ളാലോ, ഞാൻ കണ്ടില്ല കേട്ടോ. അവളല്ലേ ആള്, ചിലപ്പോൾ മുറിച്ച് വന്നിട്ടുണ്ടാവും. എനിക്ക് തന്നെ വിശ്വാസം പറയാം. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കണം. നമുക്കൊരു അരക്കപ്പല്ല, ഒരു 3/4 കപ്പോളം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം. റഫൽ കേക്കല്ലേ ചെയ്യുന്നത്? മറന്നുപോയാ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് 3/4 കപ്പ് എടുക്കാം. 1 കപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ 1 കപ്പ് എടുത്താൽ നിങ്ങൾക്ക് എത്ര എടുക്കാം, എത്ര മറ്റേ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പരുവത്തിനുള്ളത്ര നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ട മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇച്ചിരി കൂടി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ. ചിക്കു ഫോൺ താഴെ പോയടാ. ബദാം 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 നമുക്ക് എത്ര ബോൾ വേണോ അതിനനുസരിച്ചിട്ടുള്ള ബദാം കൂടി എടുക്കാം. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബദാം വെക്കാം, ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന ഡെസിക്കേറ്ററിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കും. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം. നന്നായി നോക്കട്ടെ. ആറെണ്ണുണ്ടാക്കി.
ഇതുപോലെ 6 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ളതാണ്. കഴിക്കുന്ന ദോശ ആർക്കും ഉണ്ടായി നോക്കട്ടെ കേട്ടോ. ആയി വരുന്നു. നമുക്കടുത്ത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യണം. ക്രീം എടുത്തിട്ട് തരാം. ഇല്ല, ഫ്ലോർ ഉണ്ടാക്കണം. ഇത് ഞാൻ പറഞ്ഞ പ്രസ്റ്റീൻ, ഇത് റോയൽ ബിഗ് ഔട്ട്, ഇത് നല്ലതായത്. പൊട്ടിച്ച വേറെ ക്രീം ഉണ്ടായിരുന്നു, കാണാണ്ടാണ് പൊട്ടിച്ചത്. മെസ്സേജ് ഒന്ന് നോക്കാൻ വേണ്ടി എടുത്തതാ. നമ്മളെ ടാറ്ററിൻ്റെ കുഴി ആ കുഴി ഇട്ട് കൊടുത്തിട്ട് കൂടി അത് പൊങ്ങി വന്നേക്കണണ്ട. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒന്ന് ഹാർഡായി കിട്ടുള്ളൂ. നല്ലതുപോലെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഹോളിട്ട് കൊടുത്തില്ല അങ്ങനെ. അതെ അതെ അതെ, ഇത് ചൂടാറാൻ വെക്കട്ടെ. എന്നോടെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയാകുള്ളൂ. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ. സൈഡിൽ റെഡ് തന്നെയല്ല, അതൊരു മൊരിഞ്ഞ മാതിരി വരും, ഒരു യെല്ലോ കളർ മാതിരി. അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ മുകളിലുള്ള കോയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ താഴെ മുകളിലുള്ള കോയിൽ കംപ്ലൈൻ്റ് ആയത് കാരണമാണ്. ആ കോയിലേക്ക് ആക്കിയാൽ മതി.
നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് കുറച്ചെടുത്ത് മാറ്റാം. ഫില്ലിങ്ങിന് നമ്മൾ ചേർക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വിപ്പിംഗ് ക്രീമും നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ഏകദേശം ഇത്ര മതിയല്ലോ, ഇത്ര മതി നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ എടുത്തേക്കണതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് എത്ര ഫില്ല് ചെയ്യാൻ വേണോ അത്രയും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 1/4 കപ്പോളം ആയാലും മതി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആൽമണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ആൽമണ്ട് ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. അപ്പം എന്തൊക്കെ പിന്നെ നമുക്കിതിൻ്റെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം നമ്മൾ മിൽക്ക് മേഡും പാലും കൂടി വെച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യണത്. ഇനി അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാല്, തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ട് സോക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സോക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് മധുരം ഒന്നിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മധുരം ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് അത് വെച്ചിട്ട് സോക്ക് ചെയ്യാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലാകുമ്പോൾ. എനിക്കൊന്നും അതൊക്കെ ചെറിയ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. അത് കാരണം ഞാനിത് വെച്ചിട്ട് സോക്ക് ചെയ്തു. പിന്നെ നമ്മളതിപ്പോൾ ഏത് 1/4 കപ്പ് മാറ്റിയാ സമാധാനം നല്ല പരീക്ഷ. മിക്കവാറും പരീക്ഷയൊക്കെ മാറ്റുമെന്ന് പറയാനുണ്ടായിരുന്നു. പരീക്ഷ മാറ്റി എനിക്ക് സമാധാനമായി. ഞാൻ ഒരുപാട് അവരിട്ടുണ്ട്. അതെ, ശരിക്കും ഇത് പരീക്ഷ കഴിഞ്ഞെങ്കിൽ അവരൊരു സമാധാനം ഉണ്ടായിരുന്നത്. പരീക്ഷ കഴിഞ്ഞു പണ്ടൊക്കെ പഠിച്ചു പോയാലോ നല്ല കാലം. അതെ, ഈ വീട്ടിൽ തന്നെ പഠിക്കണേന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ 9-ാം തീയതി മാറ്റുമല്ലോ എന്നൊക്കെ സന്തോഷിച്ചിരുന്നത്. കാരണം എനിക്ക് ഇനി ചോക്ലേറ്റിൻ്റെ ഒരു ക്ലാസ് കൂടി എടുത്ത് തീർക്കാനുണ്ട്. കടയൊക്കെ തുറന്നിട്ട് വേണം സാമ്പാർ മേക്കിങ്. ഇപ്പോൾ ആക്കിയത് ഏതിലേ? ഇന്ന് ജിജിയുടെ സൗണ്ട് അവിടെ പോയി. ഏതിലാ ജിജി? അത് തന്നെ സത്യാ പറഞ്ഞത്, ഒന്നും നിങ്ങോട്ട് കേൾക്കണില്ല. ഇല്ല, അതിന് മിൽക്ക് മേഡ് ചേർത്തില്ല. ചേച്ചി ചോദിക്കണമൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ കേൾക്കാം. ഫോൺ തല തിരിച്ചായിരുന്നോ? അയ്യോ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അതാണ് നമ്മുടെ ഗ്രൂപ്പിലാണോ ആരെങ്കിലും പറഞ്ഞത്?
എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആരും പോയിട്ടില്ലേ? ആരത്? പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. അല്ല എൻ്റെ വീട്ടിലുണ്ട്. ഇന്നൊരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നായിരുന്നു എനിക്ക്. അപ്പോൾ പിടിച്ചു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഇലയെന്നാണ് ഇതിൻ്റെ മുള വന്നത്. അപ്പോൾ എൻ്റെ അങ്ങനെ ഇലയെന്ന് മുളയൊക്കെ വന്ന് 2 സൈഡിൽ മുളയൊക്കെ വന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇത് ഉടനെ പോകും. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ തിരിയുടെ ദിവസമായിരുന്നു തോന്നുന്നു. ശാന്തി അല്ലേ? 12 മണിക്കാതെ വിരിക. എൻ്റെ അടുത്ത് മറ്റേ ചെണ്ടുമുല്ലയല്ല, അത് വിരിക്കും. ചെണ്ടുമുല്ല നല്ല മണം. പക്ഷെ വേറൊരു കാര്യം, അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ടല്ല പറമ്പ് മുഴുവൻ തൈ പറമ്പ് പറഞ്ഞത്. പക്ഷെ വേറെ അന്യം നിന്ന ചെടിയായി, അന്യം നിന്ന് പോയ ചെടിയായതാണ് ഞാൻ നട്ടതാണ്. നിറച്ചിങ്ങനെ മൊട്ടുള്ള പിന്നെ വേറെ നല്ല പേര് കൂടി പറയൂട്ടോ. നമ്മൾ ചെണ്ടുമുല്ല എന്ന് പറയുന്നത്. എവിടെ? അതല്ലടി, അതല്ല, അത് കട്ടമല്ല, അതല്ല ചെല്ലുമില്ല. ഞാൻ ഫോട്ടോ ഇടാം. ഇനി വേറെ നല്ലൊരു പേര് പറയൂല്ലോ. പാട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാരി, പിന്നെ നമ്മുടെ സാരി 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 ചുമ്മാ കേട്ടോ, അവൾ നന്നായിട്ട് പാടിക്കാം. അല്ലല്ല, അതെല്ലാം നല്ല പാട്ടുകൾ സൂപ്പറായിട്ട് പാടും. വെറുതെ ഇല്ല കേട്ടോ, ഒക്കെ പറഞ്ഞല്ലേ. അടുത്ത ക്ലാസ്സിൽ മഞ്ജുണ്ട്, സൗമ്യുണ്ട്. അതാരാ? സാലിയ. ചിച്ചിയുണ്ട്. ഇല്ല, റിൻസൊക്കെ കഴിഞ്ഞതാ. അത് റുഫീന ഇല്ല, റിൻസി ഇല്ല. സിൻസി ഉണ്ടോ?
അവളില്ല. ആ പിന്നെ ഉള്ളത് മഞ്ജു, ജിജി, സൗമ്യ, സാലി, ഇത്ര പേരുണ്ട് ഇതിൽ. ആ സ്മിത, അതെ തന്നെ സ്മിതയുണ്ട്. നമുക്ക് നമ്മുടെ റഫൽ മറ്റേ ഡെസിക്കേറ്റഡ് കോപ്പറേറ്റ് കൊടുക്കല്ലേ. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലിട്ട് കവർ ചെയ്യാം കേട്ടോ. ഏത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണോ? മഞ്ജു പോയോ? ഏതാണ്? ഏതാണ് നമ്മുടെ ഇതിനാണോ? ഒന്ന് കഴിയട്ടെ, ഞാൻ പറഞ്ഞുതരാടി. അതിനാണ് ഇതിന് 1/4 കിലോത്തിന്, ഇതിന് 1/2 കിലോത്തിൻ്റെ പാക്കറ്റിന് 175. ചെയ്യാൻ പറഞ്ഞുതരാം. ഫുള്ളായിട്ട് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്നില്ലല്ലേ? അത് ശരിക്കും നമുക്കൊരു നീല നമ്മുടെ ക്രീം നീല കളർ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അറിയാൻ പറ്റിയിരുന്നു. വേറെ കളർ കൊടുക്കാം. എടുപ്പുണ്ടാവും. പിന്നെ കളറിലൊക്കെ കഴിക്കണൊക്കെ കൊടുക്കാം. കഴിവതും കളറില്ലാണ്ടിരിക്കണം. കളർ നമ്മൾ അധികം കഴിക്കാതെ, ഞാൻ അധികം കളറുകൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ കേക്കിനൊന്നും അധികം കളറില്ലല്ലോ. പിന്നെ അത്രയും ആരെങ്കിലും നമ്മുടെ കയ്യിൽ നല്ല കളർഫുള്ളായിട്ട് ചെയ്ത് തരണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ കളർ അധികം. അതുകാരണം എനിക്ക് കളറുകളൊക്കെ ഒരുപാട് നാളിരിക്കും. നമുക്കിതിൻ്റെ താഴത്ത് അതിന് കളർ വേണം. അതിന് കളറിലാണ് പറ്റില്ല. ഇതിപ്പോൾ ഞാനിന്ന് ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഇത് നമുക്ക് വീതിയുള്ള ടൈപ്പ് വേണം. അപ്പോൾ ഇതെനിക്ക് വീതിയുള്ള ടൈപ്പ് കിട്ടിയില്ല. റിബൺ നമ്മൾ കേക്കിൽ വയ്ക്കുന്ന റിബൺ. വേറൊരു കാര്യം മറന്നുപോയിട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വെച്ചിട്ടൊരു സാധനം കൊണ്ടുപോയി. നമുക്കിത് കേക്കിൽ വെക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തില്ല, ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് നമുക്ക് സ്റ്റിക്കർ മേടിക്കാൻ കിട്ടും. ഇത് നമ്മളൊന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇതിൽ നിന്ന് എടുക്കുക. നമുക്ക് പൊട്ടിക്കാനും പറ്റില്ല. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും, പൊട്ടിച്ച് വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മൾ പൊളിച്ചെടുക്കുക. നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് കേക്കിനൊക്കെ പൊളിക്കൂലേ എന്ന് പറഞ്ഞാൽ അതിൽ പൊളിച്ചെടുത്തിട്ട് നേരെ പൊട്ടിച്ച് വെച്ചാൽ മതി ഇതിലേക്ക്. മനസ്സിലായോ? സൈഡിൽ ഹാപ്പി ബർത്ത്ഡേ സൈഡിൽ ഇതിന് 150 രൂപ. 150 രൂപ MRP കിടക്കണത്. അവരുടെ ഹാപ്പി ബർത്ത്ഡേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലേ. പിന്നെ അതുമാതിരി ഫ്ലവർ ഇങ്ങനെ കിട്ടുന്നുണ്ട്, നമ്മുടെ ബട്ടർഫ്ലൈ മാതിരി തന്നെ.
ഇതിൻ്റെയാണ് അന്ന് അവർ ആ ഫോട്ടോ ഇട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്. അല്ല ഞാനിത് ഇവിടെ പോയിട്ട് എടുത്തതാണ്. ഇത് നമ്മളൊന്ന് ഇങ്ങനെ പതിയെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇത് ചെയ്തിട്ട് വയ്ക്കാം. ഇത് എഡിബിളാണ്. ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതല്ല എഡിബിളാണത്. അവിടെ എന്താ ഇവിടെ വേറെ വെള്ളം കൂടെ ഉണ്ടായിരുന്ന രീതി നോക്കൂ. പറ്റില്ല. സാധാരണ ഏതിലാടാ? ഇല്ല സ്റ്റിക്കർ. ആ ഇത് നമ്മുടെ സാധാരണ മറ്റേ ഷോപ്പിൽ കിട്ടും, മേടിക്കാൻ കിട്ടും. 6 റിബണല്ല, നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ആ ഏതിനാ? ചെറുത് മതി. സെല്ലോ ടൈപ്പ് വെച്ചിട്ട്, പക്ഷേ ഈ സെല്ലോ ടൈപ്പിൽ പശയില്ലാത്ത ടൈപ്പ്. ക്രീമിൻ്റെ പുറത്തോട്ട് ഇരിക്കും. അതിട്ടുകൊണ്ടാണ് ഇതിലിരിക്കില്ല. അത് കത്രികത്ത് ഏത് സ്റ്റിക്കറാണ്? അത് ഇതിൽ വെക്കാൻ പറ്റില്ല. അത് റിബൺ കാണാൻ വെക്കണമല്ലോ ഇതിൽ. അപ്പോൾ ഞാൻ ഇതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇത് വെച്ചിട്ട് മനസ്സിലായല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെറീസ് ആട്ടോ. അത് കാഡ്ബറി മാതിരിയുള്ള ഒരു ബെറിയാണ് കേട്ടത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ആ അതന്നെ, അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചോ. അത് അതന്നെ ക്രാൻബെറി. അത് ഫ്രോസൺ ആണത്. ഇത് ഞാൻ മേടിച്ചത് ഫ്രോസൺ ആണത്. ഞാനത് ഒരു ഫ്രീസറിൽ തന്നെ വെച്ചേക്കുന്നത്.
അറിയില്ല. ബദാം ജസ്റ്റ് വെറുതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലവർ വെച്ച് കാണിച്ചിട്ടുണ്ടായി. ആ ഫ്ലവർ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് ഉള്ള കാരണം ഇതിൽ ഒട്ടിയിരിക്കുകയാണ്. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല. അത് കാരണം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല, അത് പോകുന്നത്. ആ പൊടിയുള്ള കാരണം ഇരിക്കില്ല അതിൽ. ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. സിമ്പിളാണ്. ആൽമണ്ട് പൗഡർ ഇതിനാണോ? ഇതിന് ആൽമണ്ട് പൗഡർ വേണം. ആൽമണ്ട് പൗഡറോ? പകരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മാത്രം. ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് വീട്ടിലുണ്ടാക്കാനല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയോ? അപ്പോൾ ഉണ്ടാക്കിയോ, കുഴപ്പമൊന്നുമില്ല, പരീക്ഷിക്കാനല്ലേ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പൊടികളാണ് കുറേ അധികം ഉണ്ടാകുക. അത് ഇട്ട് പോരാനാണ് ഞാൻ പാടുപെട്ടത്. പോലില്ലാകുമ്പോൾ ഭയങ്കര വാസന, ഭയങ്കര ശ്രദ്ധിച്ചെടുക്കണം. അത് പുതിയത് കൂടിയാണല്ലോ. മറ്റേ ഇതിൽ നിന്ന് പെട്ടെന്ന് കിട്ടി, ഇത് പഴയതാ, അതാണ് അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടി.
ദേഷ്യം പിടിക്കും, നല്ല ക്ഷമ വേണം. ഏ ഇതിൽ മുകളിൽ നമുക്ക് വേണമെങ്കിൽ നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ഈ ഇതിരിക്കുന്നത് കേട്ടോ. ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ചെറിയാണ് നമുക്ക് ചെറിയ അത് ഞാൻ വെറുതെ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് വെച്ചെന്നുള്ളൂ. കണ്ടോ, സംഭവം നല്ല ടേസ്റ്റാണ് സാധനം. അടിപൊളി സാധനമാണിത്. ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, നല്ല ടേസ്റ്റ് ആയി സാധനം കഴിക്കാൻ. നല്ല സൂപ്പർ സാധനമാണ്. മധുരം പുളിയൊക്കെ കൂടി ആയിട്ട് എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യമായിട്ടത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ സംഭവം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബട്ടറും എന്തോ പറയാൻ കാരണം ഇന്നെ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള സാധനം. നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ഇങ്ങനെ കഴിക്കാൻ തോന്നുക, വെറുതെ ഇങ്ങനെ തോണ്ടി തിന്നാൻ തോന്നുക. അത് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട, ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോഴേ. ഫോട്ടോ എടുക്കാതെ കഴിക്കാൻ പറ്റില്ലല്ലോ നോർത്താ. പിന്നെ ഇത് സെയിൽ ചെയ്യാം. ഇതിന് നമുക്ക് ഒരു 75 രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇതൊന്നും കാരണം ഇതിൻ്റെ അകത്ത് ഫുള്ള് ബട്ടറും അതൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ എഗ് യോക്കൊക്കെ അല്ലേ വരുന്നത്. ബട്ടറാണ് ഏറ്റവും കൂടുതൽ. 1 പീസ്.
കാരണം അതിലുള്ളത് നമ്മൾ മറ്റേ ഓയിലല്ലോ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്തേക്കണം, ബട്ടറിലല്ലേ ഫുള്ളും. അപ്പം ആ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാറ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അത്രയും ഉണ്ടെന്നാലും നമ്മൾ അതേ രീതിക്കല്ലേ ഉണ്ടാക്കുന്നത്. ഷോപ്പിലൊക്കെ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിതായിട്ട് വാങ്ങിച്ചിട്ടില്ല ഷോപ്പിൽ നിന്ന്. ഞാൻ വിലയിൽ വെച്ചിട്ടില്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോൾ ബേക്കറിയിൽ കയറൽ കുറവാണ് പൊതുവെ. ഇനി എപ്പോഴെങ്കിലും ഒന്ന് കയറിയിട്ടൊന്ന് ചോദിക്കണം ഇതിൻ്റെ സംഭവത്തിന് എത്ര രൂപയാണെന്നുള്ളത്. ഞാൻ ഏത് ടാർട്ടർ ഒരു ഡിഷ് മാതിരി, സൈഡ് ഡിഷ് മാതിരിയുള്ള ഒരു നമുക്ക് ആ ഒരു ഇതായിട്ട് കൊടുക്കാമെന്ന് മാത്രം. അത് നമുക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് കൊടുക്കാം, ഡിസേർട്ടായിട്ട് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അങ്ങനെ അധികം വലിയ പണിയൊന്നുമില്ലല്ലോ ഇതിന് ഉണ്ടാക്കാനാണെങ്കിലും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം ഇന്ന് ഇത് ആരൊക്കെ ഉണ്ടാക്കിയിടും എന്നുള്ള അറിയണം കേട്ടോ. മോളില്ല എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ പറയുന്നു, മോളില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞേക്കുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. 16 തീട്ടി ഇറക്കിയാൽ സമ്മതിച്ചു. അപ്പം ഞാനിവിടെ ഇരുന്നോണ്ട് നിങ്ങളെ വീണ്ടും വീണ്ടും ഇട്ട് കൊതിപ്പിച്ച് കാണിക്കും. അല്ല ഇനി നമ്മുടെ മറ്റേ ഡിസൈൻസ് ഒക്കെ വേണ്ടേ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ. റഫല്ലോ കേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രീം ചീസ് ഒക്കെ വെച്ചിട്ട് 200 രൂപയ്ക്ക് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 950 രൂപയ്ക്ക് കൊടുക്കാം. ബദാം മതി. ക്രീം ചീസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും സംഭവം. റേറ്റ് വരുമ്പോൾ 1200 രൂപ വരും. കാരണം നമ്മൾ ഈ കോക്കനട്ട് പൗഡറല്ലേ കൂടുതലും യൂസ് ചെയ്യണത്. പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ കോക്കനട്ട് മിൽക്ക് തന്നെ സോക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റും ആയിരിക്കും. ഇതിപ്പോൾ അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 950 രൂപയ്ക്ക് കൊടുക്കാം. ഞാൻ നമുക്ക് ഡിസൈൻ നോക്കാം. വേണ്ട, അപ്പം ഈ ഇതിരിക്കുന്ന കുറച്ച് ക്രീം എടുക്കുന്നുണ്ട്. ഈ ക്രീമിൽ തന്നെ നമുക്ക് ചെയ്യാം. മറ്റേ ക്രീം ഉണ്ടല്ലോ, കളറ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കളർ എടുക്കാം. പിങ്ക് ഷെയ്ഡിലാകുമ്പോൾ നമുക്ക് എടുത്ത് അറിയാൻ പറ്റില്ല. ഞാൻ എടുത്ത കളറ് ഇതാട്ടോ. ചിക്കോ ചിക്കോ ഇവിടെ അവിടെ ആ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ബോർഡ് നമ്മളത് റോസറ്റയുടെ അല്ല റോസറ്റ മറ്റേ റോസിൻ്റെ റെൻസിൻ്റെ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ലേ റെൻസി? പഴയ ആൾക്ക് കണ്ടില്ലേലും പ്രശ്നമില്ല. അതെ, അതുകൊണ്ടായിരുന്നു പറഞ്ഞത്. ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഫസ്റ്റ് നമുക്കൊന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ മോൾ ഭാഗം ഉണ്ടല്ലോ, ഈ കൂട്ടിരിക്കുന്ന ഈ ഭാഗം, ഇത് താഴെ വരണം. ഇത് ഈ ഭാഗം. അതെ അതെ അതെ.
എന്നിട്ടിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ആദ്യത്തത് ഇങ്ങനെ ഇങ്ങോട്ടായി തരണേ. അതിൽ കാണണ്ടോ? തിരിച്ചിട്ടോ കാണാൻ പറ്റണ്ടോ? കാണുന്നുണ്ടോ? പക്ഷെ കാണുന്നില്ല, എന്തായി എന്നുള്ളത് അറിയാനും പറ്റുന്നില്ല. കണ്ടാ ഇനി നമ്മളിത് എടുത്ത് വെക്കണത് ഇതുപോലത്തെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എടുക്കണം. ഇങ്ങനത്തെ സിസർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ എടുക്കും. ഇത് നമ്മൾ നേരെ നമ്മുടെ കേക്കിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കളറ്, ഇതിപ്പോൾ വൈറ്റ് കളറാണെന്ന്, കളർ മിസ്റ്റിൻ്റെ വൈറ്റ് കളറാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ യെല്ലോ കളറാണ്. അപ്പോൾ നമുക്ക് ഈ കളർ ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇതിപ്പോൾ വേറൊരു കളറായില്ലേ. പിന്നെ ഈ റോസ് ഇതുപോലെ അല്ലാണ്ട് വേറൊരു തരത്തിലും ചെയ്യാം നമുക്ക്. അത് നമുക്ക് ആദ്യം ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ റൗണ്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇത് വളരും. ഇത് എളുപ്പമാണിത് ഇത് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നിന്നിട്ട് ഭയങ്കര മതി. ഏതിന്? നോസിലാ? നോസിൽ വലുതും ചെറുതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 2 പരിമ്പാവ് ഇങ്ങനെ വെച്ചേക്കണ ഗുണം കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇതുമാതിരിയുള്ള സ്റ്റാർ നോസിൽ മാതിരിയുള്ള നോസിൽ വേണം വേണം. ഏത് വേണ്ട, കേക്കിന് ചെയ്യണം അതേമാതിരി തന്നെ. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാം. ഇതണ്ട ഇതേപോലെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. കണ്ട ജസ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഇതേപോലെ. ഇതാ ഇനി നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഈ ഒരു രീതിയിൽ കണ്ടോ. അപ്പോൾ ഒരു നോസിൽ തന്നെ നമുക്ക് എത്ര തരത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ എസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവാം. ഇങ്ങനത്തെ ഒരു ലൈൻ കൊടുക്കാം. അപ്പോൾ തന്നെ ഇപ്പോൾ എത്രണ്ണായി? 1 2 3 4 ഡിസൈനായി ഒരു നോസിൽ തന്നെ. റോസറ്റ പിന്നെ നിങ്ങൾ കണ്ടതായി അങ്ങനെ കാണിച്ചു തരാം. എന്താണ് നമ്മുടെ റോസറ്റ നോസിൽ. ഇത് കണ്ടോ ഇതേപോലെ വരും. കണ്ടോ ഇതിപ്പോൾ നമ്മൾ കപ്പ് കേക്കിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അടുപ്പിച്ചല്ലേ ചെയ്തേക്കണത്. അതേസമയം നമ്മൾ കപ്പ് കേക്കിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലുതാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നടുക്ക് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്, നമുക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നോ? കൊല്ലി ഞാൻ പിന്നെ ശരിയാ കൂട്ടോ ഞാൻ വേണ്ടത്. ഒന്നും കാണൂല എന്നിട്ട് ചുമ്മാ സംശയങ്ങളാണ് ഒത്തിരി. അറ്റക്കിൽ ആരെങ്കിലും നോക്കിയോ? റോസറ്റേട ഉണ്ട്. ഇതന്നല്ലേ ഞാൻ കാണിച്ചു അതിന്റെ ചോറല്ലേ. ഇത് അതിന്റെ ചെറിയ മറ്റേ കുറച്ചുകൂടി വിടർന്നിരിക്കുന്ന ടൈപ്പ്, അതിനെ കുറച്ചുകൂടി അടുത്തിരിക്കുന്ന ടൈപ്പ്. ഇതും അതുപോലെ തന്നെ കുറച്ചുകൂടി വിടർന്നിരിക്കുന്ന ടൈപ്പ്. കണ്ടോ അപ്പോൾ ഒരു നോസിൽ വെച്ച് തന്നെ ഒരുപാട് ടൈപ്പ് ചെയ്യാൻ പറ്റും.
ഇത് നമ്മളിപ്പോൾ ആ ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്ക് മറ്റേ റോസറ്റയുടെ നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. കണ്ട ചെറിയ റോസറ്റയുടെ മാതിരി. ഇതാ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. കണ്ട പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ മറ്റേത് നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്യാം. പിന്നെ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാം. കണ്ടോ? ഇനിയുള്ളത് നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ഇല്ലേ, അതിൻ്റെ നമ്മുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ വരുമ്പോൾ മാതിരി ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടു. അതാണ് റോസറ്റയുടെ മറ്റേ ഇതിൻ്റെ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ. അത് നമ്മൾ ചെയ്യണത് നമ്മുടെ ഈ ഇങ്ങനെ ആ കട്ടിങ്ങുള്ള ഭാഗം ഉണ്ടല്ലോ, അരിമ്പരുമ്പുള്ള ആ ഭാഗം വേണം മുകളിൽ നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊടുത്തു. പിന്നെ അതിൻ്റെ സൈഡ് വഴി വീണ്ടും നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ ഗ്യാപ്പിൽ വീണ്ടും കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം. ഇങ്ങനെ തന്നെ ബാസ്ക്കറ്റിൻ്റെ. കണ്ടോ? പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് മറ്റേ ലീഫ് കാണണ്ടേ, ലീഫ് നോസിലില്ലാണ്ട് ലീഫ് ചെയ്യണമെന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് ലീഫിൻ്റെ നോസിൽ. കണ്ടോ? രണ്ട് സൈഡിലേക്ക് മാറ്റി കാണിക്കുന്ന വീഡിയോയിലേക്കും കൂടി ആയിട്ടാണ്. അപ്പോൾ ലീഫിന് നമ്മൾ ഈ നോസിൽ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യരുത്. ഇങ്ങനെ നിവർത്തി തന്നെ വെച്ച് ചെയ്യരുത്. എപ്പോഴും നോസിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ? 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 ഇനി ഞാനിത് നോസിലില്ലാണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് നല്ല പെർഫെക്ഷനോട് തന്നെ ചെയ്യാൻ പറ്റും നോസിലില്ലാതെ. നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ സെയിം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ അങ്ങനെ കൂർത്തിരിക്കുന്ന രീതിയിൽ കിട്ടും. എന്നിട്ട് നോക്കിയോട്ടോ. കണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഞാനൊരു ബ്ലാക്ക് പാത്രം എടുത്തിട്ട് തരാം. ഇതാകുമ്പോൾ പിന്നെ ഒന്നുകൂടി എനിക്ക് നമ്മൾ ക്ലിയർ ആവുന്നതാണ്. കണ്ടോ? 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 മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി, വലിച്ചാൽ മതി. അതപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ മറ്റേനേക്കാളും നന്നായിട്ട് തന്നെ ഇതിൽ തന്നെ കിട്ടുക. ഇത് നമ്മൾ ആ ഗ്രീൻ കളർ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഗ്രീൻ കളർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇതാണോ? ഇവിടെ വന്നേക്കുന്നത് നോസിൻ്റെ ഒരു ഇത് പഠിച്ചില്ലേ? അത് ഇനി നിങ്ങൾ തനിയെ ചെയ്ത് നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് ആ കൈത്തടക്കം വന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിക്കോളൂ. പിന്നെ ഓരോന്നും വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ മാത്രം മതി. അത് പിന്നെ നമുക്ക് ഒരു നോസിലേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് നോസിലൊന്നും മേടിച്ച് കൂട്ടേണ്ട കാര്യമില്ല കേട്ടോ. 1-2 നോസിൽ മാത്രം മതി. ഞാനിപ്പോൾ ഈ ക്ലാസ് ഉള്ള കാരണമാണ് ഇങ്ങനെ ഒരുപാട് മേടിച്ച് കൂട്ടി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ 1-2 വെച്ചിട്ട് തന്നെ കുറേ ചെയ്യാൻ പറ്റും. നമ്മുടെ പാട്ടുകാരൊക്കെ പോയോ? അങ്ങനെ എത്തിയോ? പാട്ടുകാരൊക്കെ പോയോ?